എന്റെ കർത്താവ് എനിക്ക് നന്മയായിട്ടുള്ളത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു. മറ്റാരിലും രക്ഷയില്ല. കർത്താവിൽ മാത്രമാണ് രക്ഷ. അവൻ മാത്രമാണ് രക്ഷയുടെ ഏക കാരണമെന്ന് അപ്പോസ്തലപ്രവൃത്തിയിൽ വളരെ കൃത്യമായിട്ട് പത്രോസ് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മള് ഇവിടെ സങ്കീർത്തകൻ തലക്കെട്ട് നോക്കി, കർത്താവ് മാത്രമാണ് രക്ഷകൻ. മനുഷ്യരിൽ ആശ്രയിച്ചാലും രക്ഷ കിട്ടാൻ പോകുന്നില്ല. ഒരാളെ രക്ഷപ്പെടാൻ പോകുന്നു. ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. കാരണം എന്താ? അവൻ മാത്രമാണ് ഏക രക്ഷകൻ. നമ്മളെ രക്ഷിച്ചത് ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നമ്മുടെ രക്ഷകൻ ആരാന്ന് വെച്ചാൽ കർത്താവാണ്. എങ്ങനെ രക്ഷിച്ചെന്ന് വെച്ചാൽ സ്വന്തം ജീവൻ നൽകി രക്ഷിച്ചു. നമ്മുടെ രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണെന്നും സ്വന്തം ജീവൻ നൽകി എന്നെ രക്ഷിച്ചുവെന്നും എന്നെ വീണ്ടെടുത്തുവെന്നും എന്നെ അവനെ സ്വന്തമാക്കിയെന്നും വിശ്വസിക്കാൻ നമ്മൾ പഠിക്കണം. ആ കർത്താവിനല്ലാതെ മറ്റാർക്കും നമ്മെ രക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താ? നമ്മളെല്ലാം ഭാവികളാണ്. ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. കാരണം എന്താ? അവൻ മാത്രമാണ് ഏക രക്ഷകൻ. നമ്മളെല്ലാം ബലഹീനരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബലഹീനരായിരിക്കെ, നമ്മൾ ഭാവികളായിരിക്കെ, നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരാളെ രക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ ബലഹീനത നിന്നുകൊണ്ട് മറ്റാരെയും നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് മാനുഷികമായ ബലഹീനതകളും മാനുഷികമായ പാപത്തോടുള്ള പ്രതിപത്തികൾ ഉള്ളത് കൊണ്ട് മറ്റൊരു മനുഷ്യനെ രക്ഷിക്കാൻ നമ്മൾ അയോഗ്യരാണ്, കഴിവില്ലാത്തവരാണ്. അതുകൊണ്ടാണ് കർത്താവ് മാത്രമാണ് രക്ഷകൻ. എന്റെ കർത്താവ് മാത്രമാണ് രക്ഷകൻ. അവനിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. രക്ഷയിലേക്കുള്ള ഏക വഴി അത് കർത്താവായ യേശു ക്രിസ്തു. കാരണം നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തുകൊണ്ടാണ് പിതാവായ ദൈവം നമ്മെ രക്ഷിച്ചത്. നമുക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകുമെന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. ലോകം മുഴുവനെയും പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും വീണ്ടെടുത്ത് രക്ഷിച്ചവൻ ഒരുവനേ ഉള്ളൂ. അവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിലൂടെ മാത്രമാണ് രക്ഷ വന്നത്. അവൻ മൂലം മാത്രമാണ് രക്ഷ പ്രാപിക്കുന്നത്.